നമസ്കാരം. ഗൾഫ് മലബാറി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പ്രിങ് കോഴി കൊണ്ട് എങ്ങനെ ഒരു വെറൈറ്റി ഫ്രൈ ആക്കി ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു കോഴിമുട്ട ഉടച്ച് വയ്ക്കുക. ഉടച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കാന്താരി മുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കൂടി നല്ല അരച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ വെള്ളം ഒഴിച്ച് അരക്കരുത്, വിനീഗർ ഒഴിച്ചിട്ട് അരക്കുക. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ആ പാത്രത്തിൽ കുറച്ചും കൂടി ഉണ്ട്, അത് നമ്മൾ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ കുറച്ച് മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്. മുളകും പൊടി വളരെ കുറച്ച് ഉപയോഗിക്കാവേ, കാന്താരി മുളകാണ്, കുറച്ച് ആ കുത്തൽ ഒഴിവാകാൻ വേണ്ടിയാണ് കാന്താരി മുളക്. എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടതിന് ശേഷം നല്ല മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് എടുത്തിട്ട്, അപ്പോഴേക്കും നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും, എടുത്തിട്ട് നമുക്ക് ഉഷാറായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അത് പുറത്തേക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് നല്ല ബ്രോസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും. ഇത് കാന്താരിയാണ് മസാല, വേറെ കാര്യമായിട്ട് മസാലകളൊന്നുമില്ല, അല്ലറ ചില്ലറ വേസ്റ്റ് കച്ചറകളൊന്നുമില്ല. നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് പൊരിച്ചിട്ട് നല്ല ഉഷാറാക്കി പൊരിച്ചിട്ട് എടുക്കുക. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആവും, ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇടണം. അടുത്തിട്ടിട്ട് അടുത്തതും നല്ല ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ ഫ്രൈ ആയിട്ട് ഊറ്റിയെടുക്കുക. എന്താ ഇത്, ആ വറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. ഇതിൽ പല സാധനങ്ങളൊന്നും ഇല്ലല്ലോ, വെറും കാന്താരി മുളകും കുറച്ച് മുളകും പൊടി പേരിന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാന്താരി മുളക് മാത്രമായാലും മതി. എന്നാലും ആ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഫ്രൈ നമ്മൾ ഫ്രൈ ആക്കണം. എല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. മൊത്തം ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് നല്ല ഗോൾഡൻ കളറിലാക്കി എടുക്കണം. അപ്പോഴേ അത് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സംഭവിച്ചില്ല, വേറെ കാര്യമായിട്ട് മസാലകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഫ്രൈയും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ടോ, പൊരിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ കഴിച്ചാൽ മതി, നല്ല ഉഷാറായിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, സിമ്പിൾ പണിയാണ്. അതുകൊണ്ട് നല്ല